RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. RSS രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെ ഗൗരവമായി കാണേണ്ട, അതിൽ വലിയ അപാകതയില്ലെന്ന് AN ഷംസീർ പറഞ്ഞു. RSSന് തന്നോടുള്ള സമീപനം അറിയുന്നതല്ലേ എന്നായിരുന്നു പിന്നീട് AN ഷംസീർ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ സുഹൃത്താണ് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പൊ അതിനകത്തൊന്നും വലിയ ഗൗരവമായി കാണേണ്ട കാര്യമൊന്നുമില്ല. അതെ, അതിനകത്തൊരു വലിയ ഗൗരവമായി കണ്ട RSS ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു. അതിനകത്ത് വലിയ അപാകത എന്ന് എനിക്ക് തോന്നുന്നില്ല. RSSനുള്ള സമീപനം എന്താണ്? RSS എന്നുള്ള സമീപനം നിങ്ങൾക്ക് അറിയുന്നല്ലേ? സമീർ സി മുഹമ്മദ് ഇപ്പോൾ കോഴിക്കോട് എന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി. സമീർ, RSS പ്രധാനപ്പെട്ട സംഘടനയാണെന്ന് അദ്ദേഹം പറയുന്നു, പിന്നീട് അദ്ദേഹം അതിനെ തിരുത്താൻ ശ്രമിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ സമീർ? ഉന്മേഷ്, നിലമ്പൂർ MLA PV അൻവർ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഓരോ നിമിഷവും പുറത്തു വരികയും ചെയ്യുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് LDF-നകത്തും CPIM-നകത്തും വലിയ പുകച്ചിലാണ് നടക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയെ ന്യായീകരിച്ചുകൊണ്ട് സ്പീക്കർ AN ഷംസീർ രംഗത്ത് വന്നിരിക്കുന്നത്. കൂടിക്കാഴ്ചയെ ഗൗരവമായി കാണേണ്ടതില്ല, വ്യക്തിപരമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്, അതുകൊണ്ട് മറ്റു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന ഒരു അഭിപ്രായമാണ് ഷംസീറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒപ്പം തന്നെ MLA പറയുന്നുണ്ടല്ലോ, ഈ മന്ത്രിമാരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നു അത് വെറും അഭ്യൂഹം മാത്രമാണ് എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് ഇതേ വിഷയത്തിൽ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കുമ്പോഴാണ് RSSന് തന്നോടുള്ള നിലപാട് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്ന മറുചോദ്യമാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ വിഷയത്തിൽ ഒരു വ്യക്തമായ ഒരു മറുപടി ആദ്യം പറയുകയും പിന്നീട് ആ വിഷയം കൂടുതൽ അല്ലെങ്കിൽ CPM-നെ അതുപോലെ സ്പീക്കറെയൊക്കെ തന്നെ ഒരു പ്രതിക്കൂട്ടിലാക്കുന്നു എന്ന ഘട്ടം വരുമ്പോൾ പിന്നീട് മറിച്ച് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്ന ഒരു അത്തരത്തിലുള്ള ഒരു മറുപടിയിലേക്ക് കൂടി സ്പീക്കർ പോകുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് LDF-നകത്തും CPIM-നകത്തും വലിയ ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോഴും ADGP RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ ന്യായീകരിക്കാനോ തള്ളിപ്പറയാനോ പല ആളുകളും തയ്യാറാവുന്നില്ല. പക്ഷെ അതിനിടയിലാണ് ന്യായീകരിച്ചുകൊണ്ട് ആദ്യം അഭിപ്രായം പറയുകയും പിന്നീട് അതിനെ തന്നെ മാറ്റി പറയുന്ന വിധത്തിലേക്ക് സ്പീക്കർ എത്തുകയും ചെയ്തിരിക്കുന്നത്. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു വാർത്ത വിഷ്ണു സുരേഷ് അറിയിക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിനെതിരെ CPI-യുടെ യുവജന സംഘടന AYF ADGP അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമെന്നുള്ള ആവശ്യത്തിലേക്ക് അവർ എത്തുന്നു. PV അൻവർ എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിനെ പിന്തുണയ്ക്കുകയാണ് AYF ഇപ്പോൾ.